എന്നിവിടെ പറയുന്ന രത്നധാരണത്തിൻ്റെ കാര്യങ്ങളാണ്. രത്നങ്ങൾ ധരിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകതകൾ പ്രധാനമായും നിറങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗ്രഹനിലക്കാരനും രത്നങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ജാതകദോഷക്കാർ അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി രത്നങ്ങൾ ധരിക്കേണ്ടത് ഇന്ന് സാർവത്രികമാണ്. പക്ഷേ ഏത് രത്നമാണ് ധരിക്കേണ്ടത് എന്ന് തിരഞ്ഞെടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം രത്നധാരണത്തിന് ഗുണകരമായ ഫലങ്ങളും അതുപോലെ തന്നെ പാർശ്വഫലങ്ങളും ഉണ്ട്. ധാരാളം രത്നങ്ങൾ ലോകത്തുണ്ടെങ്കിലും ഇവയിൽ പ്രധാനപ്പെട്ടത് മാണിക്യം, മുത്ത്, പവിഴം, മരതകം, പുഷ്യരാഗം, വജ്രം, ഇന്ദ്രനീലം, ഗോമോദകം, വൈഡൂര്യം തുടങ്ങിയ 9 എണ്ണമാണ്. ഇവയാണ് നവരത്നങ്ങൾ എന്ന് പറയുന്നത്. ഈ 9 രത്നങ്ങളാണ് നമ്മുടെ നവഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്നത്. ജ്യോതിഷ വിധിപ്രകാരം ഗ്രഹദോഷ ശാന്തിക്കായും മറ്റും രത്നധാരണം നടത്തേണ്ടതിൻ്റെ ആവശ്യകത വിധിക്കപ്പെട്ടിട്ടുണ്ട്. നവരത്നധാരണം നടത്തുമ്പോൾ ഓരോ രത്നത്തിനും ഓരോ വിരലുകൾ വിധിക്കപ്പെട്ടിട്ടുണ്ട്. രത്നങ്ങൾ വജ്രം എന്ന് പറയുന്ന രത്നം മോതിര വിരലിലാണ് നമ്മൾ അണിയാനുള്ളത്. മുത്ത് മോതിരവിരൽ, ഇടതുകൈയുടെ ചെറുവിരൽ. പവിഴം ഇടതുകൈയുടെ നടുവിരൽ. വൈഡൂര്യം വലതുകൈയുടെ നടുവിരൽ. മാണിക്യം മോതിരവിരൽ. മരതകം മോതിരവിരൽ, വലതുകൈയിലെ ചെറുവിരൽ. ഗോമോദകം വലതുകൈയിൽ നടുവിരൽ. പുഷ്യരാഗം വലതുകൈ ചൂണ്ടുവിരൽ. ഇന്ദ്രനീലം വലതുകൈ നടുവിരൽ. ഇത് ഞാനീ പറഞ്ഞത് നമ്മൾ ഇത് നോക്കണം. പക്ഷേ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് ഒരു ജ്യോത്സ്യനെ കണ്ടിട്ട് അവരും കൂടി പറയും, നമ്മുടെ ജാതകം നോക്കിയിട്ട് അവർ തന്നെ പറയും നമ്മൾ ഗ്രഹനില വെച്ചിട്ട് ഏത് ആണ് നമ്മൾ ധരിക്കാനുള്ളതെന്ന്. നമ്മൾ രത്നം ധരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പരിചയസമ്പന്നനായ ഒരു ജ്യോത്സ്യനെ കാണിച്ച് അതിന് പ്രകാരം വളരെ സൂക്ഷ്മമായാണ് രത്നധാരണം നിർണ്ണയിക്കേണ്ടത്. ചില സമയങ്ങൾ നമ്മുടെ ദോഷപരിഹാരത്തിന് അനുയോജ്യമായ രത്നങ്ങൾ കണ്ടെത്താൻ സാധിക്കാതെ വരും. ആ അവസരങ്ങളിൽ നവരത്നങ്ങൾ ഉപയോഗിക്കാമെന്ന് വിധിപ്രകാരം പറയുന്നുണ്ട്. ഇതിന് മറ്റു പ്രതികൂല ഘടകങ്ങൾ വളരെ കുറവാണ്.